താങ്ക് യു അഖിലേട്ട, ഇങ്ങനൊരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നതിന്. കാരണം ഞാൻ ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അഖിലേട്ടൻ ഇപ്പോൾ ലൈവിൽ വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കെതിരെ കേസെടുക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല. നിങ്ങൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ആളുകൾ അറിയണം, കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ. മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ അത് പറയാൻ കാണിച്ച ഒരു ധൈര്യത്തിന് സല്യൂട്ട്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, അലിഗേഷൻസ്, അത് ശരിവെക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഈ പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ പെൺകുട്ടിയും ഇതേപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ചെല്ലാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായ ദുരനുഭവത്തെ കുറിച്ചാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പേര് നേരിട്ടുണ്ടാവും. അവർക്കൊക്കെ മുന്നോട്ട് വന്ന് പറയാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ധൈര്യമാണ് അഖിൽ മാരാർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അഖിൽ മാരാറുടെ ഈ പറഞ്ഞ ധൈര്യം കൊടുത്തപ്പോൾ പലരും ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ചെന്നിട്ട് ഇപ്പോൾ പലരുടെ ചോദ്യങ്ങൾക്ക് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ കൂടി അഖിൽ മാരാർ ഉണ്ടാക്കിയിരിക്കുന്നു. പലരും പലരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് പല അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും അവരുടെ വീട്ടിലെ സ്ത്രീകളെ, പെൺകുട്ടികളെ, അനിയത്തിമാരെ ഒക്കെ ഈ പറയുന്ന പ്രോഗ്രാമിലേക്ക് വിടാനായിട്ട് പലവട്ടം ചിന്തിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയ സമൂഹങ്ങളിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ പോകുന്ന പല പെൺകുട്ടിയെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് അഖിൽ മാരാർ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പരത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ ഈ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്താണ് ഞാനിങ്ങനെ പറയാൻ കാരണം? അഖിൽ മാരാർ ലൈവ് വന്നു. ആ ലൈവിൽ അഖിൽ മാരാറിനെ സപ്പോർട്ടായി സെറീന ഒരു കമന്റ് ഇടുന്നു. ആ സെറീനക്ക് പോലും വളരെ മോശമായിട്ട് രീതിയിലുള്ള കമന്റുകൾ ചെല്ലുന്നുണ്ടായിരുന്നു. അത് അഖിൽ മാരാർ തന്റെ ലൈവിലൂടെ തന്നെ പറഞ്ഞ വിഷയമാണ്. അതിന് മറുപടിയായിട്ട് സെറീന മറ്റൊരു കമന്റ് കൂടിയിട്ടുണ്ട്. ആ കമന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. തുടർന്ന് ഒരുപാട് പേര് അഖിൽ മാരാറിനെ സപ്പോർട്ടായിട്ട് കമന്റ് ഇടുന്നുണ്ട്. ഒരുപാട് പേര് അഖിൽ മാരാറിനെ സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനടക്കം അഖിൽ മാരാറിനെ സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് പേര് അഖിൽ മാരാറിനെ എതിർത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. ആ എതിർത്ത് വീഡിയോ ചെയ്തിരുന്ന ഒരാളാണ് ദേവസന. ആദ്യം അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്തു. ആദ്യം തന്നെ അഖിൽ മാരാർ ചെയ്ത വീഡിയോനെ ചോദ്യം ചെയ്തു, ഒരു പോസ്റ്റ് ഇട്ടു, വീഡിയോ ചെയ്തു. പിന്നീട് ആ പോസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം അഖിൽ മാരാർ മറ്റൊരു വീഡിയോ ചെയ്തു, മാപ്പ് പറഞ്ഞു. ആ മാപ്പ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ദയാസന മറ്റൊരു പോസ്റ്റ് ഇട്ടു. എന്നാൽ തുടർന്ന് അഖിൽ മാരാർ വീണ്ടും വീഡിയോസ് ചെയ്തപ്പോൾ ദയാസന ഇപ്പോൾ വീണ്ടും വന്നിട്ട് അഖിൽ മാരാറിനെ ശക്തമായിട്ട് തന്നെ എതിർത്ത് മറുപടി ആകാനായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കാം, അല്ലെ ദയാസനയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ചെന്ന് നോക്കിയാലും ആ വീഡിയോ അതിൽ കാണാം. ഇനി നമ്മുടെ സെറീന ഇട്ട കമന്റ് കൂടി ഒന്ന് വായിച്ചു നോക്കാം. തുടർന്ന് നമ്മുടെ നാദിറ മെഹ്റി ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ നാദിറ മെഹ്റി കുറച്ച് ആൾക്കാർ ചോദിച്ചിരിക്കുന്ന മറുപടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലും അഖിൽ മാരാറിനെ വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് ഈ പറയുന്ന നാദിറ മെഹ്റി വിമർശിക്കുന്നത്. പിന്നീട് അഖിൽ മാരാർ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മറുപടിയുമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലും കുറച്ച് കാര്യങ്ങൾ അഖിൽ മാരാർ പറയുന്നുണ്ട്. പക്ഷേ അഖിൽ മാരാറിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വീണോടും വിഷ്ണു ലോകമായിട്ട് അഖിൽ മാരാർ കടന്ന് ഉരുളുന്നത് പോലെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിരിക്കുന്നതെന്ന് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാം. ആദ്യം തന്നെ സെറീന ഇട്ടിരിക്കുന്ന കമന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, വീഡിയോ കാണുന്നത് സപ്പോർട്ട് ചെയ്യുക, പറ്റിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ ആ കമന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരുപാട് മെസ്സേജ്, കമന്റ്, കോൾ നിറഞ്ഞിരുന്ന കഴിഞ്ഞ 2 ദിവസങ്ങൾ, 1 വർഷമായിട്ട് നേരിടുന്ന സൈബർ അറ്റാക്ക് ഒരു 10 ഇരട്ടിയായി എനിക്ക് എന്റെ സഹമലയാർത്ഥികൾക്കും ഇന്ന് നേരിടുന്നു. ഐ ക്യാൻ സീ ഇറ്റ് ഓൾ. ഞാൻ ഒരു സ്ത്രീയാണ് ആൻഡ് ഐ ആം ഫോർ വുമൺ. എനിക്ക് ഒരു തെറ്റായ അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ പ്രതികരിക്കാനും അറിയാം. ഞാൻ ഇട്ട കമന്റ് അഖിലേട്ടന്റെ സംസാരിച്ചതിന് വേണ്ടിയുള്ള ഒരു അപ്രിസിയേഷൻ ആയിരുന്നു. അതിനും മറ്റൊരു രീതിയിലും വളച്ചൊടിച്ച് എന്നെ ഒരു വിക്ടിം ആയി ചിത്രീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. അഖിലേട്ടന്റെ എല്ലാ ലൈവിലെയും ഉള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഗ്രേറ്റ് ഫോർ ദ പ്ലാറ്റ്ഫോം ആൻഡ് ഫോർ യുവർ ഓൾ. എന്നുവെച്ചാൽ എല്ലാവർക്കും ഉള്ള കമന്റ് ആയിട്ട് സെറീന ഇട്ടിരിക്കുന്നതാണ്. അതിന് കാരണം തന്നെ അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ഇട്ടു. അതിനടിയിൽ അഖിൽ മാരാറിനെ എതിരെ വന്നവരൊക്കെ സെറീനയെ വിറ്റമാക്കുന്നു. സെറീനെ നീയാണോ ഇങ്ങനെ ചെയ്തു കൊടുത്തത്, അല്ലെങ്കിൽ നീയാണോ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ സെറീന ഇട്ട് കൊടുക്കേണ്ടി വന്ന, അല്ലെങ്കിൽ സെറീന പ്രതികരിക്കേണ്ടി വന്നതാണ് ഈ കണ്ടത്. ഇതിനൊക്കെ കാരണമായത് അഖിൽ മാരാർ ആദ്യം തന്നെ ചെയ്ത വീഡിയോയിൽ എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് പലരുടെയും ചോദ്യങ്ങളും പലരുടെയും ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അത് തിരുത്തി ചില സ്ത്രീകൾ എന്ന് മാത്രമാക്കി. ഇന്നിപ്പോൾ അതും തിരുത്തിയിട്ട് അതിലേക്ക് ചാൻസ് ചോദിക്കുന്ന സ്ത്രീകൾ എന്ന് ആക്കി തിരുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അഖിൽ മാരാർ ഇതുപോലെ പല തിരുത്തലുകൾ വേണ്ടി വന്നത്? അതിന്
കാരണം ഒരു വാക്ക് പറയുമ്പോൾ അത് 10 വട്ടമെങ്കിലും ചിന്തിക്കണം. അത് അഖിൽമാരാറിനെ പോലെ ഇത്രത്തോളം ജനപിന്തുണയുള്ള അല്ലെങ്കിൽ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ വിശ്വസിക്കുന്ന ഒരുപാട് പേരെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. ഇനി നാദിറ മെഹറി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. നാദിറ മെഹറി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഖിൽമാരാറിനെ പറഞ്ഞ പല പ്രസ്താവനയും നാദിറ മെഹറി ചോദ്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന വിഷയത്തിൽ നാദിറ മെഹറി ചോദ്യം ചെയ്യുന്നുണ്ട്. ട്രാൻസ് വുമണായ നാദിറ മെഹറിനെ പോലും ആൾക്കാർ ഇതുപോലെയുള്ള ചോദ്യങ്ങളോട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീകൾക്ക് നേരെ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് നാദിറ മെഹറി ആ വീഡിയോയിലൂടെ ചോദ്യം ചോദിക്കുന്നത്. അതേപോലെ തന്നെ നാദിറ മെഹറിനോട് ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങൾക്കും നാദിറ മെഹറി ഉത്തരം പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ പറഞ്ഞ കണക്ക് ഇതിന് പിറകെ ഇത്തരം വിഷയങ്ങൾ നടന്നായിട്ട് മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ മുന്നിൽ അത് തെളിവടക്കം ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒരു കൃത്യമായ രീതിയിൽ ഞാൻ ഇത് വിശ്വസിക്കുന്നു എന്ന രീതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും കാരണം എനിക്കുണ്ടായില്ല. പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ വരുന്ന സ്ത്രീകൾ അത് ചിലപ്പം അവർ തുറന്ന് പറയാത്തോടത്തോളം കാലം അതൊരു കൺസേൺ ആണ്. രണ്ടുപേരുടെ സമ്മതങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ മൂന്നാമതൊരാളെ എനിക്ക് പങ്കില്ല. അവർക്കത് ബുദ്ധിമുട്ടായി വരുന്ന അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കാണുന്ന കാസ്റ്റിംഗ് കൗച്ചാണ് അവിടെ നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ വരണം, സംസാരിക്കണം, അതൊരു വിഷയമാക്കണം. അതിന് ഈ പറഞ്ഞ അതിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ തോന്നുന്നു പറയുകയും വേണം. പക്ഷേ ഇത് ആരുടെങ്കിലും പേര് അഖിൽ അങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അതിന് പിറകിൽ അനുഭവിക്കേണ്ടി വരുന്ന ഞാനടക്കമുള്ള ആളുകളാണെന്നുള്ളതാണ്. അതങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിപ്പോയി എന്നുള്ളതാണ്. പിന്നെ അഖിൽ പറയുന്നുണ്ട് അഖിലിനെ പലവട്ടം ബിഗ് ബോസിന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബിഗ് ബോസ് അഖിലിനെ പുറത്താക്കാനായിരുന്നെങ്കിൽ അവർക്ക് മധുവിന്റെ ഒരു വിഷയം മതി. ഇല്ലാത്ത പക്ഷം അഖിൽ 102 ഡിഗ്രി പനിയുള്ള സമയത്ത് ആരോഗ്യ കാരണത്താൽ അഖിൽ പുറത്തു പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. പുറത്തുപോയി അകത്തേക്ക് വന്ന ആളാണ് അഖിൽ. അപ്പൊ ആ സമയത്തും പുറത്താക്കാമായിരുന്നു. അതിനപ്പുറത്തേക്ക് ശോഭനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ സമൂഹത്തിലെ വനിതകൾ കൂടി ഒരു കേസ് കൊടുത്തു. അന്നൊരു വിഷയം ഉണ്ടായാൽ മതി, പോട്ടെ. ജുനീസിന് തുണിമുക്കി കാണിച്ചു കൊടുത്ത വിഷയമായാലും മതി. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളെ ഏഷ്യന്റെ ഏത് സമയത്തും പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങളാണ് അത് പറയേണ്ടത്. അഖിലിനെ പുറത്താക്കാൻ അവസരം കിട്ടിയിട്ട് ബിഗ് ബോസ് പുറത്താക്കിയില്ല എന്നുള്ളത്. അത് ബിഗ് ബോസ് ഞങ്ങളോട് കാണിച്ച തെറ്റാണ്. എനിക്ക് തോന്നുന്നത് അഖിലിനെ പലവട്ടം പുറത്താക്കാൻ പറ്റുന്നത് അത് അവർ ചെയ്തില്ല. അപ്പൊ അഖിലിനെ ഫേവറേറ്റ്സും ചെയ്തൊന്നും നമുക്ക് പറയാം. പക്ഷേ ഞാൻ പറയില്ല, കാരണം അഖിൽ മാസ് ഓഫ് പീപ്പിൾസിന് വോട്ട് കിട്ടി ഒരു വിജയമായിട്ടുള്ള ഒരു ഷോ ആണ്. അതിൽ ഡിസർവിംഗ് ആണ് അഖിൽ. ആ ഡിസർവിങ്ങിനെ പക്ഷേ കോട്ടം തട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അഖിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അത് സിബിൻ അല്ലേ ഈ വിഷയം സംസാരിക്കേണ്ടത്? സിബിൻ പറയാത്തോടത്തോളം ശരിയാണ്. സിബിന്റെ വിഷയത്തിൽ സിബിൻ സംസാരിക്കുന്നതിന് പകരം അഖിൽമാരാണ് സംസാരിച്ചത്. അഖിൽമാരാറിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനോട് നാദിറ മെഹറി ഒരിക്കലും അനുയോജിക്കുന്നില്ല. എന്നാൽ അഖിൽമാരാർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞതിൽ അല്ലെങ്കിൽ അവരുടെ ധൈര്യത്തെയും നാദിറ മെഹറി പ്രശംസിക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇത്രയും എടുത്തു പറയുമ്പോൾ അത് ആരെയാണ് അല്ലെങ്കിൽ ആരാണ് അനുഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്തം അഖിൽമാരാറിനുണ്ട്. അല്ലെങ്കിൽ അതിലുള്ള 2 പേരെ കുറിച്ച് അഖിൽമാരാർ പറയുന്നുണ്ട്. അവരുടെ പേരോ അവരാരാണെന്നോ അഖിൽമാരാർ എവിടെയും പറയുന്നില്ല. ഇപ്പോൾ മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ചാനലിന് അഖിൽമാരാർ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിലും അഖിൽമാരാർ എന്താണ്, ആരാണ്, ഏതാണ് എന്നതിനെ വ്യക്തമാക്കി പറയുന്നില്ല. ഇപ്പോൾ കുറച്ചു നേരം മണിക്കൂറുകൾക്ക് മുമ്പ് അഖിൽമാരാർ വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലും അഖിൽമാരാർ ആരാണ്, എന്താണ്, ആർക്കാണ് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പകരം എല്ലാവരെയും കൂടി ഈ ചോദ്യങ്ങൾക്കുള്ളിൽ തളച്ചെടുക്കുകയാണ് അഖിൽമാരാർ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ചെയ്ത വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പലരുടെയും ചോദ്യങ്ങൾ വന്നപ്പോൾ താൻ പറഞ്ഞ വാക്കുകൾ, താൻ പറഞ്ഞ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തോന്നിയപ്പോൾ ഉത്തരം മുട്ടി കൊഞ്ഞനം കുത്തുന്ന സ്വഭാവമാണ് അഖിൽമാരാർ കാണിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരോട് വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ് അഖിൽമാരാർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ കൃത്യമായിട്ട് കാമായിട്ട് കൊടുക്കേണ്ട മറുപടിയല്ല അഖിൽമാരാർ കൊടുത്തിരിക്കുന്നത്. നല്ല സ്നേഹത്തോടെ തന്നെ, നല്ല ബഹുമാനത്തോടെ കൂടി തന്നെ അഖിൽമാരാറിനെ കാണുന്ന വ്യക്തിയാണ് ഞാനടക്കമുള്ള പലരും. എന്നാൽ അഖിൽമാരാറുടെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ചെറിയൊരു നീരസമാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യം തന്നെ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വീണോടത്ത് കടന്ന് ഉരുളുകയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയുക. അഖിൽമാരാർ പറയുന്ന ആ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയവും ആ വിഷയത്തിന് പല ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന നറേറ്റീവ്സും ആ നറേറ്റീവ്സിനെ തുടർന്ന് തുടർച്ചയായിട്ട് അതിന്റെ വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് മാത്രമേ എനിക്ക് ഈ വിഷയത്തിലുള്ളൂ. സാധാരണ രീതിയിൽ ഒരു ഉന്നത തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു സ്ത്രീകളെ അനാവശ്യമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ സ്ത്രീപക്ഷവാദികളും ഈ പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പൊതു രീതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആ ആൾക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ആരോപണം ഉന്നയിച്ച ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നിങ്ങൾ നോക്കൂ, ഞാൻ ഈ വിഷയം പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന എന്തായിരുന്നു എൻ്റെ ഉദ്ദേശശുദ്ധി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിക്കണം, സെലിബ്രിറ്റികളല്ലാത്ത ഒരാളെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വെറുതെ അവരുടെ പേര് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അവർ ആരാണെന്ന് പോലും അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ചില ആൾക്കാർ, അതായത് ഉന്നത തലപ്പത്തിരിക്കുന്ന 2 പേർ ഇന്നലകളിൽ കാണിച്ചുകൊണ്ടിരുന്ന നെറുകേടുകൾ ഈ അവസാന നിമിഷം സിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒരു ലൈവും അതിനെ തുടർന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളും അവിടെ ഞാൻ ചിന്തിച്ചത് എനിക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റിൽ തന്നെ പോയിട്ട് ഈ 2 പേര് ഒരുപാട് അലിഗേഷൻസ് ഈ ചാനലിൽ നിന്ന് കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് പോയി പറയാം.
പക്ഷേ അത് എന്തുകൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതിനു മുൻപ് ഇത് ഞാൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അതേ ആൾക്കാർക്കെതിരെ ഇതിനു മുൻപ് മീറ്റു ആരോപണം ഉന്നയിക്കുകയും ലൈംഗിക അതിക്രമണങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും വർഷക്കാലം അവിടെ വർക്ക് ചെയ്ത ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായ എനിക്ക് ഇവരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കംപ്ലൈന്റ് ചെയ്യുകയും അതേ പെൺകുട്ടിക്ക് ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഗതികേടുമാണ് ഉണ്ടായിരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അറിയാവുന്ന ഞാൻ പോയിട്ട് ചാനലിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോടോ ഉന്നത ആൾക്കാരോട് പോയി ഞാനിത് സംസാരിച്ചാൽ ഇതൊന്നും ആകില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് പറയുകയും പൊതുജന അഭിപ്രായം ഈ വിഷയത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ ചാനലിന്റെ ഭാഗത്തു നിന്ന് ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകണം. ഇവർ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഇത്തരം മോശമായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചാനലിനെ മോശമായി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഷോയെ മോശമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത്? ചാനലാണ് തീരുമാനമെടുക്കേണ്ടത്. ആ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ടുപേരുമല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേർക്കെതിരെ എന്ത് ആരോപണങ്ങൾ ആരുന്നയിച്ചാലും ചാനലിന്റെ ഭാഗത്തുനിന്ന് ആ അന്വേഷണം ഉണ്ടാവണം. ആ അന്വേഷണം ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഭയന്ന് വിറച്ച് ഒളിച്ചിരിക്കുന്ന പല ആൾക്കാർക്കും വളരെ ധൈര്യമായി ചെല്ലാനും ചാനലിന്റെ മുമ്പിൽ തങ്ങളുടെ കാര്യങ്ങൾ പറയാനും പറ്റും, എനിക്കും പറയാനും പറ്റും. ഞാൻ ഇപ്പോൾ ഇന്ന ദിവസം ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ ആ സ്റ്റാഫിനെതിരെ ആ സ്റ്റാഫ് അന്ന് കൊടുത്തിട്ടുള്ള മീറ്റു ആരോപണവുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് രണ്ടായാലും പേരും വേണ്ട പ്രശസ്തിയും വേണ്ട മുന്നോട്ട് പോകണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം എനിക്കിത് പറയേണ്ട യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ് നിങ്ങൾ കണ്ടൊരു കാഴ്ച? എനിക്കെതിരെ ഇന്നലകളിൽ ബിഗ് ബോസിൽ പോയിരുന്ന ചില മത്സരാർത്ഥികൾ തിരിഞ്ഞ് പോസ്റ്റ് ഇടുകയാണ്. എന്തുകൊണ്ടാണ് ഇടുന്നതെന്നുള്ള കാര്യത്തിലാണ് ഞാനിപ്പോൾ ഈ പറയാൻ വരുന്നത്. ഇപ്പം ദിയാസന കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദിയാസന തന്നെ കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. പിന്നീട് എനിക്ക് തോന്നുന്നത് അവരത് റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ആരും ഇടപെട്ടതുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് അവർക്ക് തോന്നിയതുണ്ടാവാം, അല്ലെങ്കിൽ ആ സമയത്ത് വലിയ രീതിയിൽ അത് ശ്രദ്ധ കിട്ടാത്തതുണ്ടാവാം. അപ്പോൾ അന്ന് അത് പറഞ്ഞ ദിയാസന ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ പെൺകുട്ടികളാണ് എന്ന് അഖിൽ പറയണം. സാധാരണ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നമ്മൾ പറയാറുണ്ട് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. അത് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ നടിമാരെ ആക്ഷേപിച്ചാണെന്ന് കേരളത്തിൽ ഓരോ ദിവസവും ഓരോ നടിമാരും വന്നിരുന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചത്? എനിക്ക് കഴിവുകൊണ്ടല്ലേ കിട്ടിയത്, ഞാൻ കഴിവുകൊണ്ടല്ലേ കയറിയത്? അങ്ങനെ ആർക്കും തോന്നാറില്ല. കാരണം ഈ കോഴിയെ കട്ടവന്റെ തലയിലെ പൂടെ ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിൽ ഉള്ളിൽ ഭയമുള്ള ആൾക്കാരായിരിക്കും പലപ്പോഴും പ്രതികരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിന്റെ തന്നെ ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ സ്വാധീനമുള്ള ഇന്നലകളിൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ഈ മത്സരാർത്ഥികളെയും ഒക്കെ തന്നെ സ്വാധീനിക്കുകയും അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഈ ആൾക്കാർ ഞാൻ ഈ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുമെന്നാണ് കരുതുന്നത്. അവർ ഉറപ്പായും ഇവരെയൊക്കെ ബന്ധപ്പെടും, എനിക്കെതിരെ തിരിയാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടാക്കും. അതിനിവർ സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നറേറ്റുകളിൽ ഒന്നാണ് സ്ത്രീകളെ ഒന്നടങ്കം ഞാൻ ജനറലൈസ് ചെയ്ത് ആക്ഷേപിച്ചു എന്നുള്ളത്. എന്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഇപ്പോൾ അഖിൽമാരാർ പറയുന്നത് അഖിൽമാരാറിനെതിരെ ഇപ്പോൾ വരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വീഡിയോസും ഇപ്പോൾ വരുന്ന പ്രതികരണവും ഒക്കെ ഈ ചാനലുകാരിൽ നിന്നും വന്നിരിക്കുന്നതാണ് എന്നാണ്. എന്നാൽ അഖിൽമാരാർ ആദ്യം തന്നെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് നേരെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ആരെങ്കിലും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെയേറെ സപ്പോർട്ട് കിട്ടുകയും എന്താണ് വിഷയം എന്നതിനെ കുറിച്ച് തിരക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു ആരോപണത്തെ കുറിച്ച് അഖിൽമാരാർ പറഞ്ഞപ്പോൾ അഖിൽമാരാറിന് എതിരെ ഇപ്പോൾ ഒരുപാട് പേര് അംഗം വെട്ടുകയാണ് എന്നാണ് പറഞ്ഞത്. അതിന് കാരണം അഖിൽമാരാർ തന്നെയാണ്. അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടായിരുന്നു. ബിഗ് ബോസിലുള്ള എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് സ്ത്രീകളുള്ള സമയത്ത് തന്നെ ഇങ്ങനെ പറയുമ്പോൾ പല സ്ത്രീകളും ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടി വരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് പലരും അഖിൽമാരാറിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. ആ ഒരു സംസാരമാണ് നാദറയിൽ നിന്നായാലും ദയാസനയിൽ നിന്നായാലും നമ്മൾ കാണേണ്ടി വന്നത്. ഇപ്പോൾ ഈ പറയുന്ന സെരീന പോലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത് അത് കാരണം മാത്രമാണ്. ഈ പറയുന്ന ശോഭ വിശ്വനാഥും മറ്റുള്ളവരും ഇതുപോലെയുള്ള പോസ്റ്റുകളും തന്റേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇനി മറ്റൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാറിനെ ശക്തമായിട്ട് സംസാരിക്കാനും വാക്കുകളെ വളച്ചൊടിക്കാനും കഴിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഇങ്ങനെയുള്ള പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും നിന്നു കൊടുത്തവരാണ് എന്ന് അഖിൽമാരാർ പറയാതെ പറയുന്നുണ്ട്. അതുകൂടി അവസാനം വേണമെങ്കിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. ആദ്യം തന്നെ അതുകൂടി ഒന്ന് കേട്ടു നോക്കുക. ഞാൻ പറഞ്ഞത് സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഇത്തവണ അവർ പുറത്താക്കി. ഇത്തരം ആൾക്കാർ കഴിഞ്ഞ സീസണിൽ ഞാൻ പുറത്താവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നെ പുറത്താക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചിരുന്നു. അതിനു മുൻപ് ഇവർ പല സ്ത്രീകളെയും ഇതിലേക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ഞാനിത് പറഞ്ഞാൽ ഈ എൻ്റെ ഒപ്പമുള്ള മത്സരാർത്ഥികളായാലും ഇന്നലകളിൽ പ്രവർത്തിച്ച മത്സരാർത്ഥികളായാലും അവരെന്താണ് പറയേണ്ടത്? അഖിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഞങ്ങൾ അഖിലിന് പിന്തുണ കൊടുക്കുന്നു, ഞങ്ങൾ അഖിലിനൊപ്പം നിൽക്കുന്നു, ആരെയാണ് ഉപയോഗിച്ചതെന്ന് പറയാം എന്ന് പറഞ്ഞല്ലേ ഓരോ സ്ത്രീകളും മുന്നോട്ട് വരേണ്ടത്. അതായത് അവർക്ക് എവിടെയാണ് ഒരുവൻ ആത്മധൈര്യം ഉണ്ടാകുന്നത്? തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ള ഒരുവനാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത്. തെറ്റ് ചെയ്യാത്ത ഏതൊരു സ്ത്രീക്കും ധൈര്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാം, അഖില് പറ, ഏഷ്യാനെറ്റിലെ ഈ ആൾക്കാർ ഇന്നലകളിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഏത് പെൺകുട്ടികളാണ് ഇങ്ങനെ സംസാരിച്ചത്? നിങ്ങൾ മനസ്സിലാക്കണം, ഈ പോയിട്ടുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരാളും വരില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാവരും എനിക്കെതിരെ തിരികെയും ചെയ്യും. ഇവരുടെയൊക്കെ ഭയം അതാണ്. കാരണം ഇവർക്ക് സ്വന്തം കഴിവിനപ്പുറത്തേക്ക് ഇവർ ഇങ്ങനെ പോയി ആരെല്ലാം എനിക്കെതിരെ തിരിയുന്നോ അവരൊക്കെ തന്നെ ഇത്തരം ആൾക്കാരുടെ ചട്ടുകമായി മാറുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയോട് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്നവരോ ഞാൻ പറയുന്നത് നിങ്ങൾ കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതി. കേരളത്തിൽ നമ്മൾ ഇന്നലകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതി. അഖിൽമാരാർ വന്നിരുന്ന് പറയുകയാണ്
ഏഷ്യാനെറ്റിലെ ഉന്നതരായിട്ടുള്ള രണ്ടുപേർ ബിഗ് ബോസിൽ ഇതിന് മുൻപ് വന്നിട്ടുള്ള കുറച്ച് പേരെ ഉപയോഗിച്ചിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖില നീ ആരാന്ന് പറ, ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു വരുന്നതിന് പകരം ഞാനല്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല, അതിന് ഞാൻ അവരെ ആരെങ്കിലും പേര് പറഞ്ഞു, ഞാൻ ഇവരുടെ ആരുടെയെങ്കിലും പേര് പറഞ്ഞു ഇവരങ്ങനെ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ചിലപ്പോൾ ഒരാളെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്, ഒരാളെ 100 സ്ത്രീകൾ ഇതിൽ പോയിട്ടുള്ളത് ഒരാളെ ഉപയോഗിക്കാൻ പാടുണ്ടോ? അതെന്താ ഇവർ മനസ്സിലാക്കാത്തത്? പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരാൾ നമ്മളോട് പറയുന്ന പേഴ്സണലായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചേട്ടാ ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് മറ്റൊരാളിൽ നിന്ന് ഞാൻ അറിയുന്ന കാര്യങ്ങൾ എനിക്കെങ്ങനെയാണ്? ഞാനാണോ വിക്ടിം? ഞാനല്ല വിക്ടിം. ഞാൻ ഇന്നലകളിൽ ഇവർ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. അതായത് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ ഫോണിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇവരോട് വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് പറയുന്നത്, ഈ 2 പേരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു പെൺകുട്ടി വിളിച്ചു. ആ പെൺകുട്ടി പറഞ്ഞറിയോ, ചേട്ടാ എനിക്കൊരു കൺഗ്രാറ്റ്സ് ചേട്ടൻ പറയൂ എന്നാണ് പറഞ്ഞത്. ഞാൻ എന്താ കാര്യം പറയും? അല്ല ചേട്ടാ എനിക്കൊരു കൺഗ്രാറ്റ്സ് പറയൂ, ഇതിൽ സെലക്ട് ആകാതിരുന്നതിൽ എനിക്കൊരു കൺഗ്രാറ്റ്സ് പറയൂ എന്ന് പറഞ്ഞൊരു വിളിച്ചൊരു പെൺകുട്ടി ഉണ്ടെന്നെ. കഴിഞ്ഞ ദിവസം വിളിച്ച് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ അഖിൽമാരാർ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ചെയ്യാത്തവരെ അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവം ഉണ്ടാവാത്തവരൊക്കെ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അഖിൽമാരാർ പറഞ്ഞ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു പോസ്റ്റ് ഇടാവുന്നതാണ്. ബിഗ് ബോസ് സീസൺ 6 വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും എല്ലാ പെൺകുട്ടികൾക്കും ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുകയാണെങ്കിൽ അഖിൽമാരാർ ഇപ്പോൾ പറഞ്ഞ പ്രസ്താവന തെറ്റാണെന്ന് പറയും മാപ്പ് പറയുകയും ചെയ്യുമോ എന്നാണ് എന്റെ ചോദ്യം. കാരണം ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ചിലരൊന്നും പുറത്ത് പറയില്ല. ഇനി അവരുടെ അനുഭവത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവർ പുറത്ത് പറയില്ല. കാരണം അങ്ങനെ പുറത്ത് പറയുകയാണെങ്കിൽ പൊതുമാധ്യമങ്ങളിൽ അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും, അല്ലെങ്കിൽ അവർ മോശം സ്ത്രീയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ എന്തായാലും പുറത്തു വന്ന് പറയില്ല. അപ്പോൾ അഖിൽമാരാറിന് ഇങ്ങനെ അറിയാവുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആരാണെന്ന് പറയുക, അല്ലെങ്കിൽ ആ പറയേണ്ട ആൾക്കാരെ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരെ കുറച്ച് പേരെ ഈ വിഷയം അറിയിക്കുക. എന്നിട്ട് അവരോട് ഞങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, അഖിലേട്ടൻ പറഞ്ഞ സത്യമാണ്, അഖിലേട്ടൻ ഇങ്ങനെ കുറെ സ്ത്രീകളിൽ നിന്ന് കൊടുത്തതും ആ സ്ത്രീകളെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും അഖിൽമാരാറിനെ അറിയാവുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതുമായ ആൾക്കാരും കൊണ്ട് പറയിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് വിശ്വാസമാകും. അല്ലെങ്കിൽ അഖിൽമാരെ ഈ ഒന്നടക്കം എല്ലാ സ്ത്രീകളെയും ചോദ്യചിഹ്നങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയും എല്ലാവരെയും തന്നെ മോശമായ രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ പ്രേക്ഷകരിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പറഞ്ഞ പ്രസ്താവനയിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുക, അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുകയോ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇടുകയോ ചെയ്യാത്ത എല്ലാ സ്ത്രീകളും ഇതിനു വേണ്ടി നിന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ് അഖിൽമാരാർ പറയാതെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചിന്തിക്കാതെ പല കാര്യങ്ങളും പറയുന്നത് മൂലം പലരും അതുകൊണ്ട് പല രീതിയിലും ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ അഖിൽമാരാർ മനസ്സിലാക്കണം. ഇനിയും ആരോപണങ്ങൾ ഉണ്ടാവും, ഇനിയും വിഷയങ്ങൾ ഉണ്ടാവും. ഏതൊരു വിഷയമാണെങ്കിലും പലവട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം ഉത്തരം പറയുക. ഇന്ന് അഖിൽമാരാർ ആദ്യം തന്നെ ചെയ്ത വീഡിയോയിൽ ചിന്തിക്കാതെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ പല രീതിയിലും പല പ്രസ്ഥാനങ്ങളും മാറ്റി പറയേണ്ടി വന്നത്. ആദ്യം പല സ്ത്രീകളെ പറഞ്ഞു, അതിനു മുമ്പ് ഒരുപാട് സ്ത്രീകളെ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ പറയുന്ന ഒരു സ്ത്രീയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. നാളെ ഒരു സ്ത്രീയും ഇല്ല എന്ന് പറയാൻ അവസ്ഥ വരാതിരിക്കട്ടെ.